Hi all, good morning. Welcome back. Welcome back to നമ്മുടെ സ്കൂൾ സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ സ്കൂൾ സൈക്കോളജിയുടെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയ സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നീഡ് ആൻഡ് റെലവൻസും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. സെക്കൻഡ്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആണ്. അതായത് സ്കൂൾ സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ, അതായത് ഹിസ്റ്ററിയും ആൻഡ് ഓൾസോ കറന്റ് ട്രെൻഡ്സും, ഇപ്പോൾ ഉള്ള ട്രെൻഡ്സ്. നമ്മൾ സൈക്കോളജി എപ്പോഴും പഠിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പഠിക്കുക. ഒന്ന് ഹിസ്റ്ററിയും, രണ്ട് കറന്റ് ട്രെൻഡ്സും. കറന്റ് ട്രെൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉള്ള ട്രെൻഡ് സെക്ടർ എന്നുള്ള കാര്യമാട്ടോ. കറന്റ് ട്രെൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്താണ് സ്ഥിതിഗതികൾ എന്നാണ് കറന്റ് ട്രെൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ആൻഡ് കറന്റ് trends. School psychology as a field has significant overlap with the specialized field of educational psychology, clinical psychology, counseling psychology, community psychology, and developmental psychology. ഇത് പറഞ്ഞു വരുമ്പോൾ സ്കൂൾ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കൂൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ആവാം, കോളേജ് ആവാം, സ്കൂൾസ് ആവാം. സ്കൂൾ സൈക്കോളജി എന്ന വേർഡ് കേൾക്കുന്നത് സ്കൂളിൽ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും അതും സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. ഒരു എന്താ പറയാ, കോളേജിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. എല്ലാം സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെയിൻ ഒരു ജോലി എന്ന് പറയുന്നത് ഓരോ കുട്ടികളെയും പ്രൊഡക്റ്റീവ് ആക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പഠനത്തിൽ ഉള്ള ബുദ്ധിമുട്ട് മാറ്റിയിട്ട് പ്രൊഡക്റ്റീവ് ആക്കുക. അവർക്ക് പഠനത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരും, വീട്ടിലുള്ള പ്രശ്നങ്ങള്, ടീച്ചേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ പഠന വൈകല്യം, സ്ലോ ലേണിംഗ്, ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടാണ്. ഏതാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പം അമ്മ അച്ഛനും തമ്മിലുള്ള പ്രശ്നമാവാം, ചിലപ്പം ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ചൂഷണം ചെയ്യുന്നതാവാം, ചിലപ്പോൾ ഒരു ഫാമിലി മെമ്പർ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതാവാം. ഇതൊക്കെ ഒരു കുട്ടിയുടെ പ്രശ്നമാണ്. അപ്പൊ ഏത് പ്രശ്നമാണെങ്കിലും അത് പരിഹരിച്ച് ആ കുട്ടിയെ എന്താക്കാം, ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ജോലി. ശരിക്കും സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഫ്രീ പീരീഡ് ഒക്കെ ക്ലാസ് കയറി കുട്ടികളോട് കഥയും പാട്ടും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരാലോ എന്ന് പറഞ്ഞ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി ലൈബ്രറിയിലോ എവിടെയെങ്കിലും പോയിരുന്ന അവരവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യുക എന്നതാണ് സ്കൂൾ സൈക്കോളജി ശരിക്കുള്ള ജോലി. അപ്പൊ തന്നെ കണ്ടോ, അവിടെ കുട്ടിക്ക് എന്തെങ്കിലും രോഗം ഉണ്ടോ നോക്കുന്നെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. പഠനത്തിലാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് വേണം. അതുപോലെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ എഫ്ഐആർ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡോളസൻസിന്റെ ആയിട്ടുള്ള പ്രശ്നമാണ്, അവിടെ കൗൺസിലിംഗ് സൈക്കോളജി വേണം. കമ്മ്യൂണിറ്റിക്കാണ് പ്രശ്നമെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി സൈക്കോളജി വേണം. ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണെങ്കിൽ അവിടെ ഡെവലപ്മെന്റൽ സൈക്കോളജി വേണം. അതാണ് പറയുന്നത് ഈ സ്കൂൾ സൈക്കോളജി നിന്ന് ഓവർലാപ്പ് ചെയ്ത് കിടക്കുക എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായും ക്ലിനിക്കൽ സൈക്കോളജിയുമായും ആണോ. എഡ്യൂക്കേഷൻ പരമായിട്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി, എന്തെങ്കിലും രോഗം ആ കുട്ടിക്ക് മാനസിക രോഗം ഉണ്ടെങ്കിൽ അത് ക്ലിനിക്കൽ സൈക്കോളജി ലെവലിൽ ഡീൽ ചെയ്യണം. അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജി. അല്ലാതെ ഒരു കുട്ടിക്ക് എന്താണ് ആ കുട്ടിയുടെ പഠനത്തിനെ, ആ കുട്ടിയുടെ സ്കൂളിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നമാണ് ആ കുട്ടിക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കല്ലോ ചെയ്യാ. ആദ്യ കുട്ടി വന്ന് പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ കേട്ടിട്ട് കൺസെന്റ് വെച്ചിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റില്ല. റെഫർ ചെയ്ത് വിടണമെങ്കിൽ റെഫർ ചെയ്ത് വിടണം. ഇതാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ധർമ്മം. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ടും കൗൺസിലിംഗ് സൈക്കോളജിയുമായിട്ടും കമ്മ്യൂണിറ്റി സൈക്കോളജിസ്റ്റുമായിട്ടും ഡെവലപ്മെന്റൽ സൈക്കോളജിയുമായിട്ടൊക്കെ ഈ സ്കൂൾ സൈക്കോളജി ഓവർലാപ്പ് ചെയ്ത് കിടക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ എന്താ വിചാരിക്കുന്നത്, സ്കൂളിലുള്ള കുട്ടികളുടെ മാനസിക പ്രശ്നം തീർക്കാനുള്ളതാണ് സ്കൂൾ അതാണ് ഈ സൈക്കോളജി എന്ന ഫീൽഡിനോടേ ആളുകൾക്കൊരു, ഇപ്പം നമ്മുടെ ലെനയൊക്കെ കണ്ടില്ലേ, കാരണം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എന്തൊക്കെയോ, ഷീ ഈസ് നോട്ട് എ ക്വാളിഫൈഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബിക്കോസ് ഷീ ഈസ് MSc ക്ലിനിക്കൽ സൈക്കോളജി എടുത്താൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവില്ല. അതൊരു വശം. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ട് സൈക്കോളജിയുടെ ബേസിലാണ് ആളുകൾ ഇതാണ് സൈക്കോളജി. അല്ല, നമുക്കിപ്പോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒരു പൊതുവേദിയിൽ ഞാൻ പറയുമ്പോൾ ഞാൻ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ആളല്ല, ഒരു മാനസിക രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന ആളല്ല ഞാൻ. സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ഞാനെന്ന് അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, കാരണം ആളുകൾ ശരിക്കും മാനസിക രോഗികളെ നോക്കുന്നതാണ്. സ്കൂൾ സൈക്കോളജിക്ക് അതാണ് സൈക്കോളജി റൂമിലേക്ക് പോയ കുട്ടി പ്രശ്നക്കാരിയാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ സ്കൂൾ സൈക്കോളജി എന്ന ഫീൽഡ് സിഗ്നിഫിക്കൻറ്റ്ലി ഓവർലാപ്പ് ചെയ്തെടുക്കാണ് സൈക്കോളജിയുടെ വേറെ മേഖലകളുമായിട്ട്. ഏതൊക്കെ? എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, കമ്മ്യൂണിറ്റി സൈക്കോളജി ആൻഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി.
The traditional role of a school psychologist has more often been restricted to psychometric model and where assessment was the key feature of the profession. Pand school psychologist in the pani psychometric model, അതായത് ഇന്റലിജൻസ് അളക്കുക, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ നോക്കുക, അങ്ങനെയുള്ള അതായത് സൈക്കോമെട്രിക് അസസ്മെന്റ് നടത്തുക, കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമായിരുന്നു പണ്ട് സ്കൂൾ സൈക്കോളജിസ്റ്റിന്. മെയിൻ ആയിട്ടും IQ അളക്കുക എന്നുള്ളത് തന്നെയാണ്. Around 2 decades, 2 പതിറ്റാണ്ടുകൾ back, school psychologists in India were seen as expert in psychological testing and guidance. കാരണം സൈക്കോളജിക്കൽ ഒന്നുകിൽ ആപ്റ്റിറ്റ്യൂഡോ ഇന്റലിജൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക, അതിൽ ഗൈഡ് ചെയ്യുക. ഇതായിരുന്നു 2 പതിറ്റാണ്ട് മുന്നേ, അതായത് ട്രഡീഷണൽ ആയിട്ട് അതായിരുന്നു അവർ ചെയ്തുകൊണ്ട് ഇരുന്നത്. The roles outlined were limited in school setting and school psychologists often reported of. സ്കൂൾ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ എപ്പോഴും മനസ്സിലാക്കുന്നത്. എപ്പോഴും കേരളത്തിലെ പല സ്കൂളുകളും സൈക്കോളജിസ്റ്റുകൾ ഇല്ല. കോഴ്സ് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും പല സ്കൂളുകളിലും ഇല്ല. ഇനി ഉള്ളവർ ചെയ്യുന്ന പണിയൊക്കെ തന്നെ എത്രത്തോളം റെലവെന്റ് ആണ് നമുക്ക് ഇപ്പോഴും അറിഞ്ഞു. ഒന്നാമത് സ്കൂൾ സൈക്കോളജിക്ക് ഒരു കോഴ്സ് ഇപ്പോഴും ഇല്ല ഇന്ത്യയിൽ. അതാണ് വലിയ പൊട്ടത്തരം. സ്കൂൾ സൈക്കോളജി എന്നൊരു കോഴ്സ് ഇല്ല. ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിച്ചവർ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല. അപ്പൊ ഇവിടെ പണ്ട് 2 പതിറ്റാണ്ട് മുന്നേ വരെ സ്കൂൾ സൈക്കോളജിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാ നോക്കാം. നോട്ട് ഹാവിംഗ് റോൾ ക്ലാരിറ്റി, റോളിന്റെ ക്ലാരിറ്റി ഇല്ലാത്തവര്, being handed over tasks and did not fall under the area of expertise, or being misunderstood in their role as a psychologist or counselor, or facing unrealistic expectation from parents and teachers and not enjoying the status similar of that clinical psychologist. കണ്ടോ, അവർ നേരിട്ട പ്രശ്നങ്ങളാട്ടോ പറയുന്നത്. The roles outlined were limited in school setting. സ്കൂൾ സെറ്റിംഗ്സിൽ ലിമിറ്റഡ് റോൾ ആയിരുന്നു. അവര് ഉള്ള റോളിൽ തന്നെ അവര് റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പരാതികളായിരുന്നു. ഒരു റോളിന്റെ ക്ലാരിറ്റി, അവർ എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ബീങ് ഹാൻഡഡ് ഓവർ ടാസ്ക് ദാറ്റ് ഡിഡ് നോട്ട് ഫോൾ അണ്ടർ ദിസ് ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പണികളൊക്കെ അവരെ കൊണ്ട്, അവർക്ക് ഓഫീസിലെ പണികൾ അവരെ ഏൽപ്പിക്കാം. ഒന്ന് ആലോചിച്ചൊക്കെ, ഓഫീസിലെ പണികൾ എന്ന് വെച്ചാൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, അയാൾക്ക് അയാളുടെ ജോലി എന്താണെന്ന് അറിയില്ല, അയാളുടെ റോളിൽ ക്ലാരിറ്റി ഇല്ല, എന്നിട്ട് അയാളെ വേറെയുള്ള പണികളൊക്കെ ഏൽപ്പിക്കാം. അതാണ് ബീങ് ഹാൻഡഡ് ഓവർ ടാസ്ക് ദാറ്റ് ഡിഡ് നോട്ട് ഫോൾ അണ്ടർ ദിയർ ഏരിയ. സൈക്കോളജി ഇല്ലാത്ത ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക, അതിൽ എക്സ്പെർട്ടൈസ് ഇല്ലാത്ത കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാം. Being misunderstood in their roles as a psychologist or a counselor. Psychologist ആണോ കൗൺസിലർ ആണോ എന്ന് മനസ്സിലാവാതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക. ഫേസിങ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഫ്രം പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സും പാരന്റ്സ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ, ഞങ്ങളെ കുട്ടി പഠിക്കുന്നില്ല, നിങ്ങൾ എന്തെങ്കിലും കാട്ടി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണെന്ന് ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ അതൊക്കെ. Of not enjoying the status similar to that of clinical psychology. പിന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ സ്റ്റാറ്റസ് അവർക്ക് കിട്ടുന്നില്ല. പല സ്കൂളും സൈക്കോളജിസ്റ്റ് ഉണ്ടോ, ഉണ്ട്. അവരുടെ പണി എന്താ ഇപ്പോഴും 2 പതിറ്റാണ്ട് മുന്നേ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവസ്ഥ. Over the years, as school psychology as a field evolved, a lot of many additional features has been added to this profession and make it distinct from more commonly overlapping field of clinical and counseling psychology. ഇപ്പൊ കുറച്ചൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. കൗൺസിലിംഗും ക്ലിനിക്കൽ എന്നൊക്കെ വ്യത്യസ്തമായി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. The overlap of field is owing of fact that before school psychology started off as a distinct field, it was the counseling and clinical psychologists who worked in the school setting. കണ്ടോ, ഈ ഓവർലാപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? ക്ലിനിക്കലും കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് ഇത് ഓവർലാപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? പണ്ട് സ്കൂൾ സൈക്കോളജി എന്നൊരു പൊസിഷൻ ഇല്ലാത്ത സമയത്ത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിരുന്നു ഈ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മഹാത്മാഗാന്ധി കോളേജിലൊക്കെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ അത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സാറൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഇരിക്കേണ്ട സ്ഥലമല്ല യൂണിവേഴ്സിറ്റിയോ സ്കൂളോ എന്നുള്ളത്. രണ്ട് ഫീൽഡാണ്. Clinical psychology is completely dealing with mental disorders or mental health issues ആണ്. ഇത് വേറെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളല്ല. സോ ഫീൽഡിൽ പണ്ട് വർക്ക് ചെയ്തത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളായിരുന്നു. അതുകൊണ്ടാണ് സ്കൂൾ സൈക്കോളജി ഇതുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്. The trend has pretty much remained the same across schools since we do not have many professional courses that offer specialized training in school psychology. കേട്ടോ, കുറെ കാലം നിലനിന്നുകൊണ്ടിരിക്കാനുള്ള കാരണം എന്തായിരുന്നു? സ്കൂൾ സൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കോഴ്സ് ഉണ്ടായിരുന്നില്ല. At present in India, very few universities have started to offer specialized training in school psychology. കുറച്ച് യൂണിവേഴ്സിറ്റീസ്, എനിക്ക് അറിയില്ല ഏതൊക്കെയാണ്, കുറച്ച് യൂണിവേഴ്സിറ്റീസ് സ്കൂൾ സൈക്കോളജി സ്പെഷ്യലൈസ് കൊടുക്കുന്നുണ്ട്. For instance, there are 2 universities that offer postgraduate program.
ഏതൊക്കെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം സ്കൂൾ സൈക്കോളജി കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് പോയി പഠിക്കാട്ടോ. നിങ്ങൾ ഇഗ്നോക്കാരാണ്, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് PG ചെയ്യാം. കാരണം ഇഗ്നോ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, വാലിഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PG വേണമെങ്കിൽ ചെയ്യാം. സ്കൂൾ സൈക്കോളജിയിലായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ചെയ്യാം. ദ മഹാരാജ സയാജിറാവു യൂണിവേഴ്സിറ്റി ഓഫ് ബറോഡ ആൻഡ് GD ഗോൺക യൂണിവേഴ്സിറ്റി ഗുരുഗ്രാം. ഇവ 2 സ്കൂളുകളാണ് എന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്. PG in സ്കൂൾ സൈക്കോളജി ആൻഡ് ഡിപ്ലോമ കോഴ്സ് ഓഫ് സ്കൂൾ സൈക്കോളജി is being offered by പൂനെ യൂണിവേഴ്സിറ്റി. ഡിപ്ലോമ കൊടുക്കുന്നത് പൂനെ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ നമ്മുടെ സ്വന്തം IGNOU ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി has been offering a course on school psychology in its undergraduate program since 2010. അല്ലെ 2010 മുതൽ UG-കാർക്ക് സ്കൂൾ സൈക്കോളജി എന്നുള്ള പ്രോഗ്രാം നിങ്ങളിത് പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നല്ല പേപ്പറാട്ടോ. സ്കൂൾ സൈക്കോളജി എന്താണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ധർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. The discipline of psychology is considered well established when measured against 6 indices. കണ്ടോ, ഡിസിപ്ലിൻ വെൽ എസ്റ്റാബ്ലിഷ് 6 കാറ്റഗറി തന്നെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് പോകുന്നത്. Specialized graduate training program in school psychology, specialized doctorate program in school psychology, hiring qualified professional as school psychologists, license practice, formulating of professional association, academic journal that address the issue of field. കണ്ടോ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡ് ആയി വന്നത് എപ്പോഴാണ്? സ്പെഷ്യലൈസ്ഡ് ഗ്രാജുവേറ്റ്, അതായത് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഒക്കെ സ്കൂൾ സൈക്കോളജിയിൽ വന്നു, PhD വന്നു, ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെ എടുക്കാൻ തുടങ്ങി, ലൈസൻസ്ഡ് പ്രാക്ടീസ് വരാൻ തുടങ്ങി, പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ട് സ്കൂൾ സൈക്കോളജിക്ക്, അക്കാഡമിക് ജേർണലും ഒക്കെ വരാൻ തുടങ്ങി സ്കൂൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണ് ഇന്ത്യയിലൊക്കെ സ്കൂൾ സൈക്കോളജി എന്ന ഫീൽഡ് ഒന്ന് പ്രൊമിനന്റ് ആയിട്ട് വന്നത്. ഇൻ ഇന്ത്യ വി ഹാവ് ഓൾറെഡി മെറ്റ് കണ്ടീഷൻ 1, 3 and 4. നമ്മുടെ ഇന്ത്യയിൽ 1ഉം 3ഉം 4ഉം മാത്രമേ മെറ്റ് ചെയ്തിട്ടുള്ളൂ. 2 PhD സ്കൂൾ സൈക്കോളജിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. 5 ഇല്ല, 6 ഇല്ല. Though there are schools that are hiring para-professionals or expert in psychology who may be unable to rightfully cater to the mental health needs of school children. പലരും കണ്ടോ, ഈ സാധനം ഞാൻ പറഞ്ഞത്, പലരും ഹയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് ഒരു പ്രമുഖ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഞാൻ പോയി മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചീത്ത വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത് ഈ കാര്യങ്ങള്? കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്ത അഫയറിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ, എന്നോട് ആ കുട്ടി വന്ന് കരഞ്ഞിട്ടാ പറഞ്ഞത്, മാം ആ കൗൺസിലിംഗ് റൂമിൽ ഞങ്ങൾക്ക് പേടി, അവിടെയൊക്കെ വിളിപ്പിക്കുന്ന കുട്ടി പിന്നെ നോട്ടപ്പുള്ളിയാണ്. ആൻഡ് ദ കോമഡീസ്, കുറച്ച് പേരെ ആ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഓരോ ക്ലാസ്സിലും കുറച്ച് ചാരന്മാരെ നിർത്തിയിട്ടുണ്ട്. കുട്ടികളുടെ കുൽസിത പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ഇവർക്ക് റിപ്പോർട്ട് ചെയ്യാം. And she write a note to the peon. പ്യൂണോട് പറയും ഈ കുട്ടീനെ വിളിച്ചോണ്ടിരുന്നത്. ക്ലാസ് എടുക്കുന്നതിനിടയിൽ ശരിക്കും ചൈൽഡ് ലൈനിനോ ഹ്യൂമൻ റൈറ്റ്സിനോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം പൊക്കിക്കൊണ്ട് പോകും. ഞാൻ കുട്ടീനോട് ചോദിച്ചായിരുന്നു, ഒത്തിരി വട്ടം ചോദിച്ചായിരുന്നു, ഞാൻ റിപ്പോർട്ട് ചെയ്തോട്ടെ എന്ന്. പക്ഷെ കുട്ടിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാൻ സൈക്കോളജിസ്റ്റിനെ പോയിട്ട് കണ്ടത് വർഷങ്ങൾ മുന്നാണ്. ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, 2-3 വർഷങ്ങൾക്ക് മുന്നേ, കോവിഡിന് തൊട്ട് മുന്നെയാണ്. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അറിയില്ല അഡോളസൻസ് പ്രായത്തിൽ ഇൻഫാക്ച്വേഷൻ ഉണ്ടാവും, അതിന്റെ റെമഡി എന്താന്ന് ചോദിച്ചപ്പോ അവർക്ക് അറിയില്ല. ഒരു ഇൻഫാക്ച്വേഷന്റെ റെമഡി എന്താണ്? അഡ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് മറിക്കാനും ഒളിക്കാനൊക്കെ തോന്നുക. പകരം നമ്മൾ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് സ്കൂൾ സൈക്കോളജി പാരാ പ്രൊഫഷണൽസ്, അതായത് സൈക്കോളജിയിലെ ചിലപ്പോൾ ഡിഗ്രിയോ PG ഒക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫ്രീ പീരീഡ് പോയിട്ട് കഥകളും പാട്ടുകളൊക്കെ പാടി അവർ എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്ത് ഈ മാം വിൽ ഹാൻഡിൽ മൈ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഷീ ഈസ് ആപ്റ്റ് ടു ഓപ്പൺ അപ്പ് മൈ പ്രോബ്ലംസ് എന്ന് വിചാരിച്ചിട്ട് കുട്ടി തന്നെ വരണം. അതാണ് ശരിക്കും സ്കൂൾ സൈക്കോളജിസ്റ്റ്. കുട്ടി വരണം, അല്ല നമ്മളിങ്ങനെ ബാബാ എന്ന് വിളിച്ചോണ്ടിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് റെഫർ ചെയ്യണം, ഈ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, യു ക്യാൻ ടോക്ക് വിത്ത്. അപ്പം നമ്മൾ മരത്തിന്റെ ചോട്ടിലോ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കുഞ്ഞിനായിട്ട് സംസാരിച്ച കഥകളും പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതി സംസാരിച്ച പ്രശ്നങ്ങളാണ് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക. ഇനിയിപ്പം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്ക് ആണെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കണോ, ഞാനുണ്ടാവത്താ പറ, എന്നിട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. കാരണം വീട്ടിലും പ്രഷർ, സ്കൂളിലും ആരോടെ കുട്ടികൾ ഇത് പോയി പറയാ. ഫോർ എക്സാമ്പിൾ, ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചുമ്മാ ഒരു കേസ് പറയാട്ടോ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, നിങ്ങളൊക്കെ പാരന്റ്സ് ഒക്കെയാണ്, നിങ്ങളുടെ കുട്ടി എനിക്കൊരു ഇൻഫാക്ച്വേഷൻ എന്തോ ഉണ്ടായി,
ആ ഇൻഫാക്ച്വേഷന്റെ പുറത്ത് ഏതോ ഫോട്ടോ കൊച്ചു അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ അയച്ചു കൊടുത്ത ഫോട്ടോ വെച്ചിട്ട് ഈ പയ്യൻ ഭീഷണിപ്പെടുത്തോണ്ടിരിക്കുക, വീട്ടിൽ നിന്ന് സ്വർണ്ണം എടുത്താ പൈസ എടുത്താ എന്നൊക്കെ പറഞ്ഞ കേസസ് കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. കൊച്ചിന് വീട്ടിൽ പറ അച്ഛനമ്മ തല്ലി കൊല്ലും എന്നുള്ള പേടി. ടീച്ചേഴ്സിനോട് പറഞ്ഞാണെങ്കിലും സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ഈ കൊച്ചിത് ആരോട് പോയി പറയും? ഷീ വിൽ ഓൺലി ചൂസ് സൂയിസൈഡ്. സോ ദർ മസ്റ്റ് ബി someone to address their problems. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയാനെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരാൾ അവിടെ വേണം. അങ്ങനെ ഒരാളാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് എന്ന് എന്താക്കണം, മനസ്സിലാക്കണം. ഇവിടെ എന്താണ്, നമ്മൾ പാരാ പ്രൊഫഷണൽസിനൊക്കെ ഹയർ ചെയ്യും, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം എങ്ങനെയാണെന്ന് പോലും അറിയില്ല. The country does not offer specialized doctorate degrees for the other specialization of psychology, and hence this may remain as an issue that is pending for a while. നമ്മളതിൽ ഡോക്ടറേറ്റ് PhD ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ഇഷ്യൂ ആയിട്ട് തന്നെ കിടക്കാണ്. Recently, the University Grant Commission (UGC) declared UGC care list in an attempt to rid the predatory journals that were common in the field of education. Establishing a journal that follows UGC care 2020 protocol is going to be daunting task for the subject expert. Our subject experts in UGC care എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ട് 2020 ഞാനത് ഫർദർ ഒന്നും അറിയില്ല. However, a lot of relevant publications of school psychology have been published in the Journal of Indian Academy of Applied Psychology. ഒരുപാട് ജേർണൽസ് വന്ന സ്ഥലങ്ങളാണ്, സ്കൂൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽസ് വരുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് അപ്ലൈഡ് സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റഡീസ്, സ്പ്രിംഗം. The other journals of international repute as follows: Canadian Journal of School Psychology, SAGE, Psychology in Schools, Whaley, School Psychology International, SAGE, School Psychology Quarterly, American Psychological Association, and School Psychology Review. ഇതെന്താണെന്ന് അറിയോ? ജേർണൽ ഇറക്കുന്ന ആൾക്കാരാണ് ഇത് ജേർണലിന്റെ പേര്. അമേരിക്കൻ സൈക്കോളജി AP ഇറക്കുന്ന ജേർണലാണ് സ്കൂൾ സൈക്കോളജി ക്വാർട്ടർലി. ടൈലർ ആൻഡ് ഫ്രാൻസ് എടുക്കുന്ന ജേർണലാണ് സ്കൂൾ സൈക്കോളജി റിവ്യൂ. ഇതൊക്കെയാണ് ജേർണൽസ് ഒക്കെ വരണം, ആർട്ടിക്കിൾസ് ഒക്കെ വരണം എന്നാണ് ഈ ഫീൽഡ് കുറച്ചുകൂടെ പ്രൊമിനന്റ് ആയിട്ട്. ഓക്കെ, പറഞ്ഞു വന്നത് ഹിസ്റ്ററിയാണ്. ആദ്യം സ്കൂൾ സൈക്കോളജി തുടങ്ങിയത് എന്താ അന്തവും കുന്തവും ഇല്ലാതെ തുടങ്ങിയെന്നൊക്കെ പറയുന്നതായിരിക്കും. കാരണം ടെസ്റ്റുകൾ മാത്രം എടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഈ ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ടും കമ്മ്യൂണിറ്റി സൈക്കോളജിയുമായിട്ടും ഒക്കെ ഓവർലാപ്പ് ചെയ്ത് കിടക്കാം. അതുകൊണ്ട് തന്നെ ഈ ഓവർലാപ്പിംഗ് കൂടാതെ വേറൊരു കാര്യമുണ്ട്. പണ്ട് ഇതിനൊന്നും എക്സ്പെർട്ടൈസോ ഇവിടെ ഒരു ഡിഗ്രി പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ പോലും സ്കൂൾ സൈക്കോളജിക്ക് ഇല്ലാത്തതുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളൊക്കെ ജോലി എടുത്തോണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്. ഇപ്പൊ 2 കോളേജസിൽ PG കൊടുക്കുന്നുണ്ട്. നമ്മളെ ഇഗ്നോയില് സ്കൂൾ സൈക്കോളജി ഒരു പേപ്പർ ഉണ്ട്, വെരി പ്രൗഡ്. എനിക്ക് ഓരോ സ്ഥലത്തും സ്കൂൾ സൈക്കോളജി, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണ്, സ്കൂൾ സൈക്കോളജി ഒരു പേപ്പർ പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഗ്നോ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാൻ ഒത്തിരി പേപ്പേഴ്സ് നിങ്ങളുടെ ഇഗ്നോയിലൂടെയാണ് പഠിച്ചത്. ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്, സ്കൂൾ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, തേർഡ് ഇയറിലെ ഫോറൻസിക് സൈക്കോളജി, അതൊക്കെ നിങ്ങൾ എൻവയോൺമെന്റൽ സൈക്കോളജി, ഇങ്ങനത്തെ ഒത്തിരി പേപ്പേഴ്സ് ഇഗ്നോ ആ ഏരിയ മനസ്സിലാക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ്, വെരി നൈസ് പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോ 6 കാറ്റഗറിയാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 1, 3, 4 മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. ഇന്ത്യയിൽ PhD ഇല്ല, ഒന്നുമില്ല. സോ ഇന്ത്യയിൽ ഈ പണി അറിയാത്തവരാണ് എടുക്കുന്നത്. അതിന്റെ കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ഇപ്പൊ സ്കൂൾ സൈക്കോളജിയിൽ എന്താണ് 2 യൂണിവേഴ്സിറ്റി PG ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിപ്ലോമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് കുറച്ച് ജേർണൽസ് ഉണ്ട്. ഇതാണ് ഒരു ബാക്ക് ഹിസ്റ്ററി ഓഫ് സ്കൂൾ സൈക്കോളജി. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണെന്ന് പറഞ്ഞേ. ഓക്കെ ആണ് മാം. വെരി ഗുഡ്. മിക്കവാറും നിങ്ങള് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചാൻസസ് ഉണ്ടാവും. കാരണം ഇനി അങ്ങോട്ട് എല്ലാ സ്കൂളിലൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ചാൻസ് ഉണ്ടാവും സ്കൂൾ സൈക്കോളജിസ്റ്റ്. അറ്റ്ലീസ്റ്റ് ദിസ് ഇസ് മൈ പ്രൊഫഷൻ എന്നൊരു സാധനം ഈ പേപ്പർ പഠിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കാം. അല്ലാണ്ട് സ്കൂളിലുള്ള കുട്ടികളുടെ മാനസിക രോഗം കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവരല്ല, സ്കൂളിൽ ആ കുട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കണം സ്കൂൾ സൈക്കോളജിസ്റ്റ്. മാം, ഇന്നലെ തിരിച്ചു പോരുമ്പോ എന്റെ കൂടെ ബസ്സിൽ ഒരാൾ കയറിയിരുന്നു, ഒരു സ്ത്രീയാ. എന്നോട് എന്താ ഇവിടെ എന്താ ചെയ്യണ ചോദിച്ചാ. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു. പറയാ എന്താ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് വേറൊന്നും പഠിക്കാനിട്ടാണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോടാണ് ഇൻട്രസ്റ്റ്. ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പൊ നല്ല രീതിയിലുള്ള റെപ്യൂട്ടേഷൻ ഫോർ മീ. എനിക്ക് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു അപ്രോച്ച് ആണ്. എനിക്ക് എന്റെ നാട്ടിൽ നിന്നും
ഹസ്ബൻഡ് നാട്ടിൽ. അപ്പഴോട് ചോദിച്ചു അവിടെ തെറാപ്പീസ് ഒക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ കൊടുക്കും എന്ന് പറഞ്ഞപ്പോ ഫിസിയോതെറാപ്പി എടുക്കുമെന്ന് ചോദിച്ചു. അതും ഞാൻ പറഞ്ഞ ആളുകൾക്ക് ബോധമില്ലായിട്ടാണ്. ആളുകൾക്ക് ബോധമില്ല സൈക്കോളജി എന്താണെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഞാൻ അഡ്രസ് ചെയ്യും. ഞാൻ പിന്നെ സ്പീച്ച് തെറാപ്പി ഉണ്ടോ ചോദിച്ചു. ഇതൊക്കെയാണ് അവർക്ക് അറിയുന്ന ആകെയുള്ള തെറാപ്പികൾ എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നം കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ. സ്കൂൾ സൈക്കോളജി ഇന്ത്യ ഇൻ നിയർ ഫ്യൂച്ചർ ഹാസ് എ വൈഡൻഡ് സ്കോപ്പ് ടു ഗ്രോ ആൻഡ് നല്ല സ്കോപ്പ് ഉണ്ട് ഗ്രോ ചെയ്യാൻ ഡെവലപ്മെന്റും. Professional organization need to work towards the development of standardized assessment tools that can be of use of school psychology. ശരിക്കും പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ് വഴി തന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റുകളെ വാർത്തെടുക്കണം. എന്താ അറിയോ, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ, ഐ മീൻ നമുക്ക് ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത്, പേഴ്സണാലിറ്റി ആയിക്കോട്ടെ എല്ലാ ഡെവലപ്മെന്റ്സും വരുന്നത് ചൈൽഡ്ഹുഡിലാണ്. ഈ ചൈൽഡ്ഹുഡിൽ കുട്ടി മെജോറിറ്റി ഓഫ് ദി ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. ഒരു 5-6 മണിക്കൂർ കുട്ടി സ്കൂളിലാണ്. അപ്പൊ സ്കൂളിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ കുട്ടി പഠിക്കുകയും കുട്ടിക്ക് ഒരു സപ്പോർട്ടും കിട്ടേണ്ടത്. ആ പ്രായത്തിൽ നല്ല രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാവും. അവിടെ നമുക്ക് പറ്റണം. The future of school psychology should evidence a shift in perspective and become more community-oriented in addressing the school's mental health concern. There are certain challenges that need to be overcome. There must be acknowledgement to active interface of school, home and community that collectively affect the development of child. Kando, future of school psychology ennaanu shift in perspective and become more community-oriented in addressing the school's mental health concern. കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് ഞാനിപ്പോ ഈ അടുത്ത് ഞങ്ങളിപ്പോ തണലിന് ഒരു പ്രോഗ്രാം, ഫ്രീ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് അഡോളസൻസിനും പാരന്റ്സിനും ഫ്രീ ആയിട്ട് ക്ലാസ്. ഞാനിപ്പോ പോയപ്പോ മെൻസ്ട്രേഷൻ എന്താണ്, അത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. അതൊരു ഡ്രഗ് അബ്യൂസ് ഒക്കെ പറഞ്ഞു. ദേ വർ വെരി സർപ്രൈസ്ഡ്. അതിൽ ഇതൊക്കെയാണല്ലേ. അപ്പൊ അവിടെ ഫീഡ്ബാക്ക് തന്ന മോള് പറഞ്ഞത്, താങ്ക് യു മാം മെൻസ്ട്രേഷനെ പറ്റി. ഇവിടുത്തെ ബോയ്സ് ഒക്കെ മെൻസ്ട്രേഷൻ എന്തോ ഭയങ്കര ഒരു ബാഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. മാം അത് റിവീൽ ചെയ്ത സമയത്ത് ഞങ്ങൾക്കൊരു സന്തോഷം. കാരണം ഇതൊന്നുമല്ല, ഇപ്പോഴും മെൻസുറേഷൻ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതൊരു അഴുക്കാണ്, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെ കാണുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് ചെറുപ്പത്തിലെ ലൈക് മൂഡ് സ്വിങ്സ്, കൺസെന്റ് ഇതൊക്കെ അറിയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബോയ്സ് പാവങ്ങൾ. അവർക്ക് ആരും ഗേൾസിന് പിന്നെ എന്തെങ്കിലുമൊക്കെ അറിയാം, ബോയ്സിന് ഒട്ടും അറിയില്ല. അതാണ് പ്രശ്നങ്ങൾ വരാനുള്ളത്. അപ്പം ഈ അഡോളസൻസ് പ്രായത്തിലൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പം സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ ഒരു വിഷയമാവാത്ത, പുറത്തൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഒരു വിഷയമാണ്. അതറിയാത്തതിന്റെ എല്ലാ സ്വഭാവവും ഫാമിലി തെറാപ്പിക്ക് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഒരു ഒന്നും അറിയില്ല, എല്ലാം അറിയാന്നുള്ള വിചാരമാണ് ഉണ്ടാവും. സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കാൻ പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ വന്ന കമന്റാ, ഒരു തൊട്ടിലും കൂടെ വാങ്ങിച്ചു കൊടുക്ക്, പാൽക്കപ്പി. ഇവരെ വിചാരം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്സ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, അതുപോലും അറിയില്ല. അതാണ് സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഒരു നിർബന്ധം അല്ലെങ്കിൽ ഒരു ആവശ്യകത. Along with this, more awareness need to be created about the role and salience of school psychologists among other professions working in the school sector. കണ്ടോ, അവിടെ കറക്റ്റ് അവയർനെസ് ഉണ്ടാക്കണം. റോള് എന്താണ് സ്കൂൾ സൈക്കോളജിസ്റ്റ്, ഈ കുട്ടികളുടെ ഉന്നമനം, അതുപോലെ തന്നെ അവർക്ക് അഡോളസൻസ് ബേസിൽ ക്ലാസ്സസ്, അതുപോലെ കാര്യങ്ങൾ അല്ലേ പറഞ്ഞു കൊടുക്കാം. Teachers have unrealistic expectations from school psychologists when dealing with problematic issue of school children. School children problematic issues ഉള്ളവരെ ഡീൽ ചെയ്യാനുള്ള ആൾക്കാരായിട്ട്, ഏത് കുരുത്തം കിട്ട കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഡീൽ ചെയ്യാനുള്ള ആളായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആ ടീച്ചേഴ്സ്. അതൊന്നും അല്ല സ്കൂൾ സൈക്കോളജിസ്റ്റ് റോൾ എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. Teachers also often do not report issues that need immediate attention. Immediate attention വേണ്ട സാധനമായിട്ട് റിപ്പോർട്ട് ചെയ്യില്ല. ഈ പണ്ടൊക്കെ എന്റെ സാറൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ലവ് ലെറ്റർ ഒക്കെ പിടിച്ചു കഴിഞ്ഞാല് ആ മാതാപിതാ ഗുരുദൈവം എന്നുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. ചില ഗുരുക്കന്മാര് കാരണം കുട്ടികളുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു മനുഷ്യർ തന്നെയാണ്, അതിലും നല്ലതും ചീത്തവരൊക്കെ നന്നായിട്ടുണ്ട്. അവർ വേണ്ടത് റിപ്പോർട്ട് ചെയ്യില്ല. ഇവരെപ്പോഴും സ്കൂൾ സൈക്കോളജിസ്റ്റ് കാണാൻ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുട്ടികളെ ഡീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി റിലീജിയസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്കൂൾസിൽ ഞാൻ ഇത് നന്നായിട്ട് കാണാറുണ്ട്. പ്രോത്സാഹിപ്പിക്കരുത്, നമ്മുടെ കുട്ടികളാണ്. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് മാനസികമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കല്ല, എന്താ പറയാ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതാണ് നിങ്ങൾ തന്നെ പോയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളാണ്. ഇതൊക്കെ അവരെപ്പോഴാണ് കാണിക്കുക, അവര് 18 വയസ്സൊക്കെ കഴിഞ്ഞ് ഒരു പിക്കോട്ടൊക്കെ കഴിഞ്ഞ് ഒരു വലുതായി കഴിഞ്ഞാൽ അവർ ഇതൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും
ടീച്ചേഴ്സ് ഒക്കെ കാരണം മാനസിക രോഗികളായിട്ടുള്ള എത്ര ആളുകളുണ്ട്, മാനസിക പ്രശ്നം വന്നവർ എത്ര ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും ഞാനൊക്കെ ബോധമില്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹോർമോണൽ എഫക്ട്സ് വരും. സെക്ഷൽ ഹോർമോൺസ് സ്ട്രെങ്തൻ ആവുമ്പം, അതായത് പ്യൂബർട്ടിയിലേക്ക് കടക്കുമ്പം ഓപ്പോസിറ്റ് സെക്സിനോടോ സെയിം സെക്സിനോടോ ഒക്കെ അട്രാക്റ്റഡ് ആവും. അതിന് ഇൻഫാക്ച്വേഷൻ എന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് അത് പ്രണയമാണ്. ആ പ്രണയമല്ല അത്, പ്രണയമല്ല അത്, അതല്ല പ്രണയം. ദാറ്റ്സ് നോട്ട് റൊമാൻസ് ഓർ ലവ്, ഇറ്റ്സ് ഇൻഫാക്ച്വേഷൻ. അത് അഡ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതെന്തായാലും കുഞ്ഞുങ്ങൾക്ക് വരും. നമ്മൾ അതിനെ അഡ്രസ് ചെയ്യുമ്പോൾ എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് റീഇൻഫോഴ്സ്ഡ് ആവും. നമ്മളത് എതിർക്കുന്നതിനനുസരിച്ച് അവർ നമ്മൾ അറിയാതെ അത് ചെയ്യാൻ ശ്രമിക്കും. അത് വലിയ ഇഷ്യൂസിലേക്കായിട്ട് മാറും. പകരം നീ ഇപ്പൊ പഠിക്കുന്നതാണ് നല്ലത്. കാരണം പഠിച്ചില്ലെങ്കിൽ എവിടെ എത്തൂല. സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക, അഡ്രസ് ചെയ്യാതിരിക്കുക. ആൻഡ് അതേസമയം തന്നെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആള് കുട്ടീനെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താം. അതൊക്കെയാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ ധർമ്മം. നിങ്ങൾ തുണിമണിയില്ലാത്ത ഫോട്ടോസ് ഒന്നും അയച്ചു കൊടുക്കല്ലേ. അത് അയച്ചു കൊടുത്താൽ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഞാനൊക്കെ എങ്ങനെ പറഞ്ഞു, നിങ്ങൾ വേണേ അയച്ചു കൊടുത്തോ, കളർഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് ഇവിടെ, നിങ്ങൾക്ക് ജീവിക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ട്. ഇത് കാരണം ജീവിതം നശിച്ചു പോകരുത്. കാരണം നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ആള് മാത്രമല്ല ഇത് കാണുന്നത്, തേർഡ് പാർട്ടി കാണുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ആപ്പില് ഒരു എഗ്രി എന്ന പോളിസി കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. സോ അങ്ങനെ ഒരു ഫോട്ടോ നമ്മളത് ഒരാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹമില്ല. അയാൾ മാത്രമല്ല വേറെയുള്ള ആളുകൾ ഇത് കാണുന്നുണ്ട് എന്ന ബോധം അയാൾക്കുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഹി ഡസ് നോട്ട് ലവ്സ് യു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് പറഞ്ഞു കൊടുത്ത് കുട്ടികളെ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ആളുകളായിരിക്കണം സ്കൂൾ സൈക്കോളജിസ്റ്റ്. അതാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്ന ചില എടുക്കില്ല. A school psychologist often reduced to the status of a proxy teacher since the school management and principal do not know how else to utilize the service of a psychologist. School psychologist. Proxy teacher ആയിട്ടാണ് കാണുന്നത്. ആണ്ടോ, ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ അയാൾ പിന്നീട് ഒന്ന് കയറാനുള്ള അല്ലെങ്കിൽ ആ ഒരു വിഷയം എടുക്കാനുള്ള ടീച്ചറായിട്ട്. കാരണം അവർക്ക് അറിയില്ല എന്താണ് സ്കൂൾ സൈക്കോളജിസ്റ്റിനെ. ഇപ്പൊ റൂള് വന്നപ്പോ ചില സ്കൂളുകളിൽ അവർ എന്താ ചെയ്യുന്ന വെച്ചാൽ അറിയില്ല. ഇതൊക്കെയാണ് ഫ്രീക്വന്റ് ആയിട്ട് ക്ലാസ്സസ് വെച്ചു കൊടുക്കുക, ഹൈജീൻ പറഞ്ഞു കൊടുക്കുക, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഡ്രഗിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെയാണ്. It has to be understood that school psychologists can contribute maximally only through a collaborative action of the school management, administration, teachers, parents and children. കാരണം ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന് ടീച്ചറും മാനേജ്മെന്റും പ്രിൻസിപ്പളും പാരന്റ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുട്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണം ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. It is a combined effort of all the stakeholders involved in bringing about significant improvement in mental health domain of school. ഒരു കമ്പൈൻഡ് ആണ്. സ്കൂൾ സൈക്കോളജിസ്റ്റ് പ്രതിനിധിയാണ്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഒരു കുട്ടീനെ ഒരു ടീച്ചർ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കുട്ടി സൈക്കോളജിസ്റ്റിനോട് വന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റ് അത് അന്വേഷിച്ച് സത്യമാണെന്ന് കണ്ടെത്തിയിട്ട് അഡ്മിനിസ്ട്രേഷനോടോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനോട് പറയുമ്പോൾ അത് നടപടി സ്കൂൾ മാനേജ്മെന്റ് എടുത്തോളണം. അങ്ങനെ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ കൂടിയിരിക്കരുത്. അതുകൊണ്ടാണ് അത് കൊളാബറേറ്റീവ് സാധനമാണെന്ന്. അപ്പം ഇതാണ് ഫ്യൂച്ചർ ട്രസ്റ്റ്. നല്ല സ്കോപ്പ് ഉണ്ട് വളരാൻ. ഇവിടെ പ്രശ്നം എങ്ങനെയാണ് സ്കൂൾ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്? ഒരു പ്രോക്സി ടീച്ചറായിട്ട് അല്ല, ഒരു കുട്ടിയുടെ ഉന്നമനത്തിന് എല്ലാവരും കൂടി ചേർന്ന് വർക്ക് ചെയ്യുക. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സ്കൂൾ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്, റോൾസ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. റോൾസ് ആൻഡ് ഫങ്ഷൻസ്. Psychology in India has more often heavily relied on the Western models and techniques for understanding and resolving the problems that are rooted locally. ആണോ, സൈക്കോളജി ഇൻ ഇന്ത്യ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സൈക്കോളജി ഫുൾ വെസ്റ്റേൺ അഡോപ്റ്റ് ചെയ്ത് തന്നെയാണ്. എപ്പോഴും ഫോളോ ചെയ്യുന്നത് വെസ്റ്റേണിന്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. In case of school psychologists, it would be not advisable to adopt the Western model for the roles and functions of school psychologists in school setting. പക്ഷേ ഈ ഒരു വെസ്റ്റേൺ എന്തുകൊണ്ടാണെന്ന് അറിയോ? വെസ്റ്റേണുള്ള കാര്യം സ്കൂൾ സൈക്കോളജിയുടെ കേസിൽ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെസ്റ്റേൺ എന്ന് പറയുന്നത് ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അഡോളസൻസ് ആയി കഴിഞ്ഞാൽ അവർ സെക്സിലൊക്കെ ഏർപ്പെടും. അവരേർപ്പെടും. അതൊക്കെ അവിടെ കോമൺ ആണ്. അവിടെ അതൊന്നും ആരും എന്താ പറയാ വലിയ തെറ്റായിട്ടൊന്നും കാണില്ല. അല്ലെങ്കിൽ റോഡരികിൽ അവിടെ കിസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. അതൊക്കെ അവര് ചൈൽഡിഷ് കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ടൊന്നും അവർ എടുക്കത്തില്ല. മോസ്റ്റ് ഓഫ് ദി സ്കൂൾസ് ഹാവ് കോണ്ടം ഡിസ്പെൻസേഴ്സ്.
ടു റെഡ്യൂസ് അൺവാണ്ടഡ് പ്രഗ്നൻസി. വെസ്റ്റേൺസിലൊക്കെ ഉണ്ടാവും, അവിടെ സ്കൂൾസിലും ഹൈസ്കൂൾസിലും കോളേജസിലൊക്കെ കോണ്ടം ഡിസ്പെൻസറി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, പൈസ ഇട്ട കോണ്ടം കിട്ടും. കാരണം അവർക്ക് ഇൻഫാക്ഷൻ പീരീഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സോ അവിടെ ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല. ആ സാധനം എടുത്ത് ഇവിടെ പ്രയോഗിക്കരുത്. അതാണ് പറയുന്നത് വെസ്റ്റേൺ മോഡൽസ് ഫോർ റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഇൻ സ്കൂൾ സെറ്റിംഗ്സ് അഡ്വൈസബിൾ അല്ല. സാധാരണ എല്ലാം നമ്മൾ വെസ്റ്റേൺസിനാണ് സൈക്കോളജിയുടെ കേസിൽ അഡോപ്റ്റ് ചെയ്യാറുള്ളത്. സ്കൂൾ സൈക്കോളജിയുടെ കേസിൽ അവരുടെ കൾച്ചറും നമ്മുടെ കൾച്ചറും ഒത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഫാക്ച്വേഷൻ ആണെങ്കിൽ അത് അഡ്രസ് ചെയ്യാതിരിക്കുക, സ്റ്റഡീസിന്റെ പ്രാധാന്യം, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയണം. അവിടെ ആണെങ്കിൽ സ്കൂൾ സൈക്കോളജിസ്റ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസി, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, കാരണം അവിടെ 13-14 വയസ്സിൽ സെക്സ് തുടങ്ങിയിട്ടുണ്ടാവും. സോ അവിടെ അൺവാണ്ടഡ് പ്രഗ്നൻസി എങ്ങനെ ഒഴിവാക്കാം, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ. അത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അനുസരിച്ചിട്ടാണ് പറയുന്നത്. Indian education system faces a broad range of issues that may require a whole new perspective to address the mental health issue that are increasing by each day in school. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇന്ത്യൻ സിറ്റി വേറാണ്. ഇന്ത്യയിൽ കുറെ പ്രോബ്ലംസ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചേഴ്സിനൊന്നും കുട്ടികളെ തല്ലാനോ അല്ലെങ്കിൽ പാരന്റ്സിന് കുട്ടികളെ തല്ലാനോ അങ്ങനൊന്നും പാടില്ല വെസ്റ്റേൺസിൽ. അങ്ങനെ അകത്ത് കിടക്കും. ഓവർലോഡ്, ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കുക, 10A+, ഈ സാധനം ഒന്നും വെസ്റ്റേണിലില്ല. അപ്പൊ ഇവിടെ വേറെ, അവിടെ പട്ടിണി ദാരിദ്ര്യം, അവിടെ പട്ടിണി ദാരിദ്ര്യം ഒന്നും അതും ഇല്ല. കുട്ടികൾക്ക് എല്ലാവർക്കും റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് പഠിക്കാനും എല്ലാം അവർ ഗവൺമെന്റ് തന്നെ ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടെ വേറെ പ്രശ്നങ്ങളാണ്, ഹോൾ ന്യൂ പെർസ്പെക്റ്റീവ് ആണ്. അമ്മ അച്ഛനും നമ്മളുടെ പ്രശ്നം, ആൽക്കഹോളിസം, ഡ്രഗ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് പാരന്റ്സ് ഒക്കെ അബ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ സെക്ഷലി അബ്യൂസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. Given the nascent stage of school psychology in India, there is not a single accepted model that can be followed by the school of various stages. എല്ലാ സ്കൂളുകളും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഒന്നും ഇല്ല കേട്ടോ. There have been evidence discrepancies in roles and there are enacted by school psychology across പല സ്റ്റേറ്റിലും. കേരളത്തിലെ കൾച്ചർ ആയിരിക്കും നോർത്തില്. അപ്പൊ ഓരോന്നിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. Overall, the following are the roles and functions that are expected to be carried out by school psychologists in India. ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റോൾസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് പറയാം. എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ തന്നെ പോകണമെന്നില്ല, എന്നാലും ഇതാണ് ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയും. ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് സർവീസസ്. School psychologists offer direct services to school children by offering counseling, problems in school, at home, academic stress, and relationship issues of the youth are some of the regular issues that are addressed effectively with the help of school psychologists counseling services. Kando direct service to school children. എങ്ങനെ കൗൺസിലിംഗ് ഓഫർ ചെയ്യാം. പ്രോബ്ലംസ് ഇൻ സ്കൂൾ ആയിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, അക്കാഡമിക് സ്ട്രെസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് അഡ്രസ് ചെയ്യാം. ഡയറക്ട്ലി വന്ന് അഡ്രസ് ചെയ്യാം, അവർക്ക് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഡയറക്റ്റ് സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അസസ്മെന്റ് ആണ്. അതായത് അവർ ആപ്റ്റിറ്റ്യൂഡ് അസസ് ചെയ്യാം, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അസസ് ചെയ്യാം, അതുപോലെ തന്നെ IQ, അങ്ങനത്തെ കാര്യങ്ങൾ. School psychologists also carry out assessment as a part of their higher education training, allows them to learn principle to test conduction and seek experience in interpreting test sources and making test report. Test sources, test report ഒക്കെ വെച്ചിട്ട് കുട്ടി ഒരു ലേണിംഗിൽ ബുദ്ധിമുട്ടാണോ, ലേണിംഗ് ഡിസബിലിറ്റി ആണോ, സ്ലോ ലേണർ ആണോ, ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്ത് അതനുസരിച്ചുള്ള റെമഡി എടുക്കുക. Owing to be the skewed psychologist-student ratio, many schools prefer have a visiting consultant to provide assistance service for career planning, like administration of the aptitude test for the higher secondary students. Cut off. School psychologists പുറത്തുള്ള ആൾക്കാരാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. സ്കൂൾ സൈക്കോളജിസ്റ്റിന് അയാളെ ചെയ്തു കൊടുക്കാൻ പറ്റും. Often in cases where a detailed diagnosis is required, school psychologists typically refer the child's family to outside school mental health professionals. എപ്പോഴും ചെയ്യാനുള്ള അപ്സൈഡ് ആണ്. നല്ല എക്സ്പെർട്ടൈസ് ആണെങ്കിൽ സ്കൂളിൽ തന്നെ പാരന്റ്സിനെ വെച്ചിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യാം. പലരും റെഫർ ചെയ്ത് വിടാറാണ്. ഇനി എക്സ്പേർട്ട് ടോക്സ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ടോക്സ്. നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പേർട്ട് ടോക്സ്. അസർട്ടീവ്നെസ്, നമ്മളെ ഇന്ത്യയിലൊക്കെ അസർട്ടീവ്നെസ് ഒരു സബ്ജക്റ്റ് അല്ലാത്ത ഏറ്റവും വേണ്ട ലൈഫ് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കൂല നമ്മുടെ സ്കൂളുകളിൽ. വേണ്ടാത്ത സൈൻ തീറ്റ, കോസ് തീറ്റ, കോയി തീറ്റ, കാലി തീറ്റ, നമ്മൾ എല്ലാ സാധനം പഠിപ്പിച്ചു കൊടുക്കും. ജീവിതത്തിന് വേണ്ട ഒരു സാധനം നമ്മളെ കുട്ടികൾക്ക് ഇപ്പോഴും ഒരു ജോലി ചെയ്യാൻ മടിയാണ്. ഒബാമയുടെ മോള് വരെ കഫേയിൽ വർക്ക് ചെയ്ത്, അവിടെ അത് ഒരു ഇന്റേൺഷിപ്പാണ് അവർക്ക്. ലൈഫ് സ്കില്ലാണ്, അതായത് ഏതെങ്കിലും ഷോപ്പിലോ കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് ഇന്റേൺഷിപ്പാണ് അത്. ലൈഫ് സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കുക. അസർട്ടീവ് ഒരു നോ പറയാൻ നമ്മളെ കുട്ടികൾക്ക് അറിയില്ല.
മുതിർന്നവരാണ് നമ്മളെ നാട്ടിലെ കൾച്ചറാ. മുതിർന്നവരെന്ത് പൊട്ടത്തരം വിളിച്ചറിഞ്ഞാലും മുതിർന്നവരാണെന്ന് കൂടെ അത് കേട്ട് നിന്നോളാം. തിരിച്ചു പറഞ്ഞ തർക്കുത്തരാണ്, അസർട്ടീവ്നെസ് ആണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ സ്ലേവ്സ് ആക്കാൻ. ഒരു മുതിർന്ന ആളെ നിങ്ങൾ പൊട്ടത്തരം വിളിച്ചടച്ചാൽ അയാൾ പറയുന്ന കേൾക്കുക അല്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതാണ് നമ്മള് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് പുറത്തൊക്കെ ഒരു സബ്ജക്റ്റാണ്, ജീവിതത്തില് പ്രോബ്ലം സോൾവിങ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ ഇത്രയും സൂയിസൈഡ്സ് വരുന്നത്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഒരു ഡിസിഷൻ എടുക്കാനോ എന്തിനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോലും അവർക്ക് ആരും ഉണ്ടാവില്ല. ഇതാണ് എക്സ്പേർട്ട് ടോക്സ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഭാവിയായിട്ടോ പറയുന്നത്. സ്കൂൾ സൈക്കോളജിസ്റ്റ് അറേഞ്ച് ഫോർ ടോക്സ് ബൈ എക്സ്പെർട്ട് ഫോർ അഡ്രസിംഗ് നീഡ് ഫോർ ഓൾ സ്റ്റേക്കേഴ്സ് ഇൻ എ വെറൈറ്റി ഓഫ് വേ. School psychologists provide guidance in students' career choice for organizing career talks and inviting experts from various fields to interact with students and empower students to become better decision makers. Kando +1 +2 ഒക്കെ എത്തുമ്പോഴത്തേനും എക്സ്പേർട്സിനെ കൊണ്ടുവരാം. ഓരോ കരിയറിൽ ഒരു ഡോക്ടറെ ഒരു എഞ്ചിനീയർ ഒക്കെ കൊണ്ടുവന്ന് ഇവർക്ക് സംസാരിക്കാനുള്ള സമയം സൈക്കോളജിസ്റ്റ് അവർക്ക് ആരാണ് അതിൽ എക്സ്പേർട്ട് വന്ന് അവരോട് സംസാരിക്കുക, എന്നിട്ട് ആ കരിയറിനെ പറ്റിയുള്ള ഡൗട്ട്സ് തീർത്തു കൊടുക്കുക. ചിലപ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അവരെന്നെ വന്നിട്ട് ഈ ഡൗട്ട്സ് തീർത്തു കൊടുക്കും. അതാണ് എക്സ്പേർട്ട് ടോക്സ്. അങ്ങനെയധികം കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇൻവൈറ്റിംഗ് എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം മാനേജ്മെന്റ് ആൻഡ് മെഡിറ്റേഷൻ ഫോർ ഇൻസ്റ്റൻസ് ഇസ് ജനറലി അറേഞ്ച്ഡ് ബൈ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഫോർ ദ ബ്രോഡ് ക്ലാസ് സ്റ്റുഡൻസ്. കണ്ടോ, ബോർഡ് ക്ലാസ് 10 +2 ഒക്കെ ഉള്ളവർക്ക് ടൈം മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുക, മെഡിറ്റേഷൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. എക്സ്പേർട്സിനെ കൊണ്ടല്ല അവരെങ്കിലും ചെയ്യാം. School psychologists as experts for training for school staff and train cheya. They also organize parenting sections on topics that are relevant for parents for particular grades. For instance, parents of primary class may be oriented about good touch, bad touch, or have them attend a talk by nutritionists who provide information for right kind of diet and benefits the health of its young children and prevent childhood obesity. കണ്ടോ, ന്യൂട്രീഷ്യൻസിനെ കൊണ്ടുവന്ന് കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവരെന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അല്ലെങ്കിൽ അഡോളസൻസിന്റെ പാരന്റ്സിന്റെ ഇൻഫാക്ച്വേഷനെ പറ്റിയിട്ട് എക്സ്പേർട്ട് ടോക്സ് നടത്തുക. ഇതൊക്കെയാണ് പണി സ്കൂൾ സൈക്കോളജിസ്റ്റ്. നിങ്ങളുടെയൊക്കെ ആരുടെയൊക്കെ മക്കളുടെ സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ട്? ആരുടെങ്കിലും മക്കള് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഉണ്ടോ? ഇല്ല, സന്തോഷം. എല്ലാത്തിനും കൂടെ ഇതൊന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി പ്രിവെൻഷൻ സയൻസ്. ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടോ? സ്കൂൾ സൈക്കോളജിസ്റ്റ് ഇന്ത്യൻ സ്കൂളിൽ ഉണ്ടോ? വേണം, നിർബന്ധമാക്കിയിട്ടുണ്ട്. എത്ര സ്കൂളുകളൊക്കെ ഇപ്പം നമ്മളിവിടെ പോയ സമയത്ത് കുറെ സ്കൂൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ജോലി തന്നെയാണെന്നുള്ള എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ഭാവിയിൽ അങ്ങനെ ഉണ്ടല്ലേ? വേണം. വന്നിട്ടില്ലെങ്കിൽ ഇപ്പത്തെ കാലത്ത് കുട്ടികൾക്ക് നിങ്ങളെന്നെ ഇന്ത്യയിൽ ഞാൻ ചുമ്മാ പറയല്ല, കേരളത്തിൽ ഒരു സ്റ്റുഡൻസിന്റെ ഒരു റേറ്റ് എടുത്ത് നോക്കിയാൽ സൂയിസൈഡിന്റെ റേറ്റ്. ഈ അടുത്ത് ഉമ്മ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു മോന് ജനലില് 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ അങ്ങനെ ജനലിൽ കെട്ടിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാലം അങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടത്? അപ്പോ കുട്ടികളിൽ എന്താ വളർത്തിയെടുക്കേണ്ടത്? അസർട്ടീവ്നെസ് പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കണം. പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അമ്മമാരും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലേ ഈ വാശിക്കെല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ വാശി അങ്ങനെ ചെറിയ സാധനങ്ങൾക്കൊക്കെ വാശി എടുക്കില്ല. വലുതാവുന്നതിനനുസരിച്ച് അവിടെ വാശിയും കൂടും. ചിലത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലാവും. അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പാരന്റ്സിനും അറിഞ്ഞു. പാരന്റിങ് സെഷനിൽ പോയിട്ട് ഇതാ പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ എങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെ ഒരു മാനസിക രോഗിയാക്കണം, ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ കമ്പയർ ചെയ്താൽ ചേട്ടനെ നോക്ക്, അപ്പുറത്തെ കുട്ടീനെ നോക്ക്, കുറച്ചു കാലം കമ്പയർ ചെയ്ത് നിങ്ങളെ കുട്ടി നിങ്ങളെ വെറുതെ ചെയ്യും, മാനസിക രോഗിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊന്നും നമുക്കറിയില്ല. എന്റെ മോള് പറയും, അവളെ ഇങ്ങോട്ട് പുറത്തിറങ്ങിയ ഉമ്മച്ചി എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും. ഞാൻ പറയും നമുക്ക് കാണിച്ചു കൊടുത്താൽ നമ്മളത് നിന്ന് കൊടുത്താണെങ്കിൽ ഒരിക്കലും വാശി പിടിച്ച സാധനം വാങ്ങിച്ചേ കൊടുക്കരുത്. അല്ല, ഞങ്ങള് പോയ ടൈമാണ്. ഞാൻ പറയും നമുക്ക് ഉപ്പാനെയും കൊണ്ടുവരാം. ഓക്കെ, ഓള് പോന്നു, എന്റെ കൂടെ പറയരുത്, അത് തെറ്റാണ്. വാങ്ങിച്ചു തരുന്ന ഒരു ബോധം ഉണ്ടാവും. വാങ്ങിച്ചു തരില്ല എന്ന് തന്നെ പറയണം, വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അല്ല, ആള് മറന്നു.
അല്ല, നമുക്ക് എന്താ ആളുകളെ നമ്മൾ നോക്കുമ്പോൾ പേടിയാണ്. അവർ നമ്മുടെ വീട്ടിലേക്കൊന്നും വരില്ല. നമ്മളെ കുട്ടികൾക്ക് അതാ, കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അവർ നിലത്ത് കിടന്നുള്ളൂ, മൈൻഡ് ചെയ്യരുത്. എണീച്ച് വന്നോളൂ. ഒരു വട്ടം എല്ലാ കുട്ടികളുടെ കാര്യമല്ല, ഓരോ കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, മെജോറിറ്റി കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അവർ കരയും, ഒച്ച വയ്ക്കുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും ഒരടി കൊടുത്താൽ സാധനം കിട്ടും. സോ അവർക്ക് പിന്നീട് ഇത് വാശി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിട്ട് നിർത്തണം. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഈ ഫുള്ള് തന്നെ പറയാനുള്ള എനിക്ക് അടുത്ത ക്ലാസ്സിലുള്ള സമയമാവാറായി. By assuming a role akin to community psychologists, the school psychologists work toward the development of primary and secondary preventive services targeted for the betterment of school students. Preventive service, for example, to address the problem of bullying in school. എനിക്ക് അടുത്തൊരു കേസ് വന്നായിരുന്നു. ആ കുട്ടി വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്നതാണ്. ആ കുട്ടീനെ ബംഗാളിന്ന് വിളിക്കുക, ആ കുട്ടിക്ക് നോട്ട് കൊടുക്കാതിരിക്കുക. സ്കൂളിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ഇവിടെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ അതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ ചൈൽഡ് ലൈനിലേക്ക് വിടുന്നു. നിന്നു അത്. Bullying in school. The school psychologist can work toward a primary preventive program that could be help eradicate the problem of bullying by providing for more sensitive and conducive school environment and helping young children develop empathy. Empathy ഉണ്ടാക്കാം, bullying കുറയും. എമ്പതി ഉണ്ടാക്കിയാൽ ആളുടെ ഇപ്പം വികലാംഗരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ബുള്ളിങ് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ പ്രിവെന്റീവ് സർവീസസും ചെയ്യണത്. ഇത് ഇവിടെ ബോഡി ഷെയ്മിൽ ബുള്ളിങ് മാത്രമാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഡ്രഗ്, സെക്ഷൽ അബ്യൂസ്, ഇതിന്റെ പ്രിവെന്റീവ് സർവീസസ് ആണ് കൊടുക്കുക. പിന്നെ ഇന്റർവെൻഷൻസ്, സ്കൂൾ പ്രിപ്പയർ ചിൽഡ്രൻ ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് മേക്ക് ദം ജോബ് റെഡിയാണ്. അല്ലേ, ഒരു കുട്ടീനെ നല്ല ജോബിലേക്ക് എത്തിക്കാന്നൊക്കെ ഉള്ള. സിൻസ് ദ ലാസ്റ്റ് 2 decades a lot of emphasis is placed on helping the school children acquire the needed life skill that can enable them to lead healthy and successful life. CBSE-ലാണ്, കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല. CBSE schools have a mandatory subject, എന്തായാലും പഠിക്കണം, on life skill educations that provide the children with necessary life skill like interpersonal skill, critical thinking, decision making, coping with the stress, coping with emotion, to name a few. ഇതൊക്കെ ഞാൻ പറയും assertiveness ആണ് മെയിൻ. One of the significant role played by a school psychologist is also that a trained life skill instructor of the schools. ലൈഫ് സ്കിൽ ട്രെയിനർ ആയിട്ട് അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഞാൻ വിശ്വസിക്കുന്ന ഒരു റോള് ഒരു ട്രെയിൻഡ് ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്റർ ആവാം എന്നാണ്. നന്നായിട്ട്. പിന്നെ കൺസൾട്ടേഷൻ. School psychologist concern itself with the psychological well-being of school children and hence focus on the academic difficulties or behavioral problems that a child is facing. Learning disability or like behavioral problems or consultation കൊടുക്കണം. School psychologists also provide consultation, which are indirect service. They instead of directly interacting the way, school psychologists assist the parents or the teachers of the child who's facing a particular. Our parents, teachers, കുട്ടിയും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കട്ടെ. അപ്പൊ ബിഹേവിയർ പ്രോബ്ലം, ലേണിംഗ് പ്രോബ്ലം ഒക്കെ. These consultation services are collaborative in nature since they actively involve the parents and teachers of the child in resolving an issue. For example, പറയുന്നുണ്ട് a girl in grade 9th class പെൺകുട്ടിയാണ് is involved in a relation with her classmate, which causes a concern to the family. The school psychologist can have session with the parent and enable them to effectively deal with the daughter from such sensitive issue. എങ്ങനെ ഡീൽ ചെയ്യിപ്പിക്കാം എന്നുള്ളത് അഡ്രസ് ചെയ്യാതിരിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റൊരു ആൺകുട്ടിയിലേക്കോ അല്ലെങ്കിൽ പെൺകുട്ടിയിലേക്കോ അറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ നമ്മളുടെ എന്തോ ഒരു പോരായ്മ, നമ്മൾ എന്തോ കൊടുക്കാത്തത് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനെ മൈൻഡ് ചെയ്തിരിക്കാം. അവിടെ നമ്മൾ എന്താണോ ചിലപ്പോൾ കെയർ ആയിരിക്കാം, കൺസേൺ ആയിരിക്കാം. ഒരു മോള് പറഞ്ഞത് എന്റെ അമ്മ എന്നത് കെട്ടിപ്പിടിക്കാറില്ല, ഒന്ന് ഉമ്മ വയ്ക്കാറില്ല, സ്കൂളിൽ ഞാൻ നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാറില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഇവൻ കേൾക്കും, ഇവൻ എനിക്ക് വിഷമം വരുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കും, അതുകൊണ്ട് എനിക്ക് ഇവനെയാണ് ഇഷ്ടം. നമ്മളിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു സാധനം മറ്റൊരാൾ കൊടുക്കുമ്പോഴാണ് അവർ അങ്ങോട്ട് പോകും. സോ അതെന്താണെന്ന് മനസ്സിലാക്കി അത് കൊടുക്കുക. ഇതിനെ അഡ്രസ് ചെയ്യാതിരിക്കാം, മൈൻഡ് ചെയ്യുക. അതാണ് ഇൻഫാക്ച്വേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ചുരുക്കി പറഞ്ഞതാട്ടോ. ഇനി inclusive education ആണ്. The school psychologist is actively involved in providing educational services to the children with special needs. Special needs ഉള്ള കുട്ടികൾക്ക് കാര്യം ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് പോലെ. From providing for appropriate teaching strategies, infrastructural facilities in school, and helping fellow classmates develop a healthy attitude toward the children with a special need. കണ്ടോ, കേൾപ്പിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക സ്കൂളിൽ ലേണിംഗിന് ബുദ്ധിമുട്ടുള്ള, അതുപോലെ കുട്ടികളുടെ ഇടയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക, കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ, ഈ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സ്കൂളുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലാക്കി കൊടുക്കുക. The school psychologist also assists the parents in providing for a shadow teacher wherever the needs arise in the school setting.
ആണോ? പാരന്റ്സിന് ഒരു ഷാഡോ ടീച്ചറായിട്ട് മാറും. കുട്ടികളുടെ നീഡ്സ് അഡ്രസ് ചെയ്യുക. The school psychologists effectively engage in the assessment of children who have special needs. ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്തിട്ട് അവർക്കുള്ള നീഡ്സ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. Provide us for referral of experts outside school and help in maintaining a student profile to check the progress that is made by the student and to enable effective sharing of children's background detail as the child move from grade to the next. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു ക്ലാസ് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കും, പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. ചിലത് സ്കൂൾ സൈക്കോളജിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി സ്പീച്ചിന്റെ ബുദ്ധിമുട്ടാണ്. സ്പീച്ച് തെറാപ്പിസ്റ്റ് വിടാൻ പറയണം. അത് കുട്ടിയുടെ പ്രോഗ്രസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇതും എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇതും സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോളാണ്. ഇതെല്ലാം ചെയ്യണമെന്നില്ല, എന്നാലും ഈ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ എന്തായാലും പ്രിവെന്റീവ് സർവീസസ്, എക്സ്പെർട്ട് ടോക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള റോൾസ് പറയുന്നത് ഒന്ന് ഡയറക്ട് സർവീസസ്, അസസ്മെന്റ്, എക്സ്പെർട്ട് ടോക്ക്, പ്രിവെൻഷൻ സർവീസസ്, ഇന്റർവെൻഷൻസ്, കൺസൾട്ടേഷന്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഈ 7 എണ്ണമാണ് ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റിന്റെ റോൾ. ഓക്കെ, ഇത് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വരാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു. ഐ തിങ്ക് 10 മാർക്കിന് 20 മാർക്കിന് എങ്ങാനാണ് വരാൻ. നോക്കട്ടെ. സ്കൂൾ സൈക്കോളജി 50 മാർക്കിനാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനിന്ന് സ്കൂൾ എക്സ്പീരിയൻസ് ക്ലാസ് വിഷൻ 50 മാർക്കിനാണ് കേട്ടോ. ഉണ്ട് റോൾ ഓഫ് എ സ്കൂൾ സൈക്കോളജി. ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ സ്കൂൾ സൈക്കോളജിയുടെ തരാം കേട്ടോ. ഇത്രയുമാണ്. ഓക്കെ ആണോ? ഇത്രയുമാണ് സ്കൂൾ സൈക്കോളജിയിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത്. ഒന്നുകൂടി ഞാനൊന്ന് ഓടിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രീ ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. സ്കൂൾ സൈക്കോളജി എന്താണെന്ന് പറഞ്ഞു, സ്കൂൾ സൈക്കോളജിയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ഒത്തിരി ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നീഡ് ആൻഡ് റെലവൻസ്, എന്തിനാണ് സ്കൂൾ സൈക്കോളജി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു ഹിസ്റ്ററി ആണെന്ന് നോക്കിയത്. ആൻഡ് പിന്നെ ഫ്യൂച്ചർ ഓഫ് സ്കൂൾ സൈക്കോളജി ഇൻ ഇന്ത്യ, റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ്. ഇതിൽ ഡെഫിനേഷനും റോൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ റോൾസ്. ഓക്കെ ആണോ? യെസ് മാം. അപ്പൊ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ അബ്ദുള്ള സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്നലെ എടുക്കാത്ത ക്ലാസ് ആണ് നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. സോഷ്യൽ സൈക്കോളജിയുടെ ഹാഫ് ആൻ അവർ പറയാട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Okay, ma'am. Okay, ma'am. Go ahead. Where class is it? Bye bye.